റിലേഷൻഷിപ്പ് സ്ട്രോങ് ആകണമെങ്കിൽ ഫാസ്റ്റ് ആയേ മതിയാവുകയുള്ളൂ. ഫാസ്റ്റ് എന്നത് ഒരു ടെക്നിക്കാണ്. റിലേഷൻഷിപ്പിൽ കമ്മ്യൂണിക്കേഷൻ വളരെ നല്ല രീതിയിലാക്കാനും ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നതിനും നമ്മുടെ സെൽഫ് റെസ്പെക്റ്റിനെ കാത്തു സൂക്ഷിക്കാനും ഒക്കെ സഹായകരമാകുന്ന ഒരു ടൂളാണിത്. അതിലെ എഫ് എന്ന് പറയുന്ന ലെറ്റർ ഫെയർ എന്ന വാക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. ഫെയർ എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു സാമാന്യ മര്യാദ, അതുപോലെ തന്നെ പെരുമാറുന്ന വാക്കുകളിലും പ്രവൃത്തികളിലും ദയയും കരുണയും ഒക്കെ നമുക്കുണ്ടോ എന്നുള്ളത് ഒന്ന് ഉറപ്പിക്കുക എന്നുള്ള കാര്യം തന്നെയാണ്. എ എന്ന് പറയുന്നത്, അതാണ് എ എന്ന ലെറ്റർ സൂചിപ്പിക്കുന്നത്, ആവശ്യത്തിനും അനാവശ്യത്തിനും ക്ഷമാപണം പറഞ്ഞുകൊണ്ട് റിലേഷൻഷിപ്പിലെ ഇഷ്യൂസിനെ സോൾവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നീട് ആലോചിക്കും, ഞാൻ ചെയ്ത തെറ്റല്ലല്ലോ, എന്റെ വാല്യൂ ഒട്ടും ഇല്ലാഞ്ഞിട്ടാണോ ഞാൻ ഇങ്ങനെ അപ്പോളജി പറയുന്നത് എന്നൊക്കെ. അതിന്റെ ഒന്നും ഒരു ആവശ്യവുമില്ല. തെറ്റ് നിങ്ങളുടേതെങ്കിൽ അപ്പോളജി പറയുക, ക്ഷമാപണം നടത്തുക. തെറ്റ് നിങ്ങളുടേതല്ല എങ്കിൽ പാർട്ട്ണറിന് ഒരു ഇൻസൈറ്റ് കിട്ടിക്കോട്ടെ, അവര് തിരിച്ചറിഞ്ഞോട്ടെ, അതിനുശേഷം ആ ഒരു പ്രശ്നം സോൾവ് ആകട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കുക. അനാവശ്യമായിട്ട് ക്ഷമാപണം നടത്തി ഉള്ള വില കളയാതിരിക്കുക. മൂന്നാമത്തെ എസ് എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് സ്റ്റിക്ക് ടു വാല്യൂസ് എന്നാണ്. ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ചില മൂല്യങ്ങൾ ഉണ്ടായിരിക്കും. അത് നമ്മുടെ പേഴ്സണൽ ബൗണ്ടറിയാണ്. അതിൽ അങ്ങനെ തന്നെ വിശ്വസിക്കുക, അടിയുറച്ചു നിൽക്കുകയും ചെയ്യുക. നാലാമത്തെ ടി എന്ന് പറയുന്നത് ട്രൂത്ത്ഫുൾ ആണ്. പലരും ഇമോഷൻസിന്റെ പുറത്ത് ഒരുപാട് എക്സാജറേറ്റ് ചെയ്ത് സംസാരിക്കാറുണ്ട്, പകുതി സത്യം പറയാറുണ്ട്, കള്ളം പറയാറുണ്ട്. അതൊന്നും പാടില്ല. സത്യസന്ധമായിട്ട് തന്നെ വേണം റിലേഷൻഷിപ്പിൽ പെരുമാറാൻ.